ആയിക്കോട്ടെ. എൻ്റെ കുട്ടിക്ക് എനിക്കുള്ള യോഗം ഇനി വേറെ ഒരമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ പോയ മാതിരി ഞാൻ ആർക്കും ഉണ്ടാവരുത്. അത്ര വേദനിച്ചിട്ടാണ് ഞാനിത് പറയണത്. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ, ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ. അതിനുള്ള എല്ലാ കടലാസുകളും ഞങ്ങളുണ്ട്. വക്കീലത്ത് പോയിന് അവർ അതിൻ്റെ വേണ്ടമാതിരി എല്ലാം ചെയ്തിട്ടുണ്ട്. യുവതിക്കെതിരെ അല്ലാതെയും പരാതികൾ പോയിട്ടുണ്ട്, കേസെടുക്കുമെന്നുള്ള തരത്തിൽ. അത് പരാതി കൊടുത്തിട്ടുണ്ട്. അവർ പുറമേ നിന്ന് ആൾക്കാർ കൊടുത്തിട്ടുണ്ട് ഇതായിട്ട്. ഇനി ഇതേമാതിരി വേറെ ആർക്കും ഞങ്ങൾക്ക് വന്ന അതിൽ ആർക്കും വരരുത്. എന്നാലും ഒരാൾക്ക് നമ്മളെ മോൻ പോയി ഈ കാരണം കൊണ്ട്. പിന്നെ അതേമാതിരി മറ്റുള്ള അച്ഛനമ്മകൾക്കും അങ്ങനെ ഈ ഇത് വരരുത്, അനുഭവം വരരുത്. ആയിക്കോട്ടെ. എൻ്റെ കുട്ടിക്ക് എനിക്കുള്ള യോഗം ഇനി വേറെ ഒരമ്മമാർക്ക് ആർക്കും വരരുത്. അത് മാത്രമേ എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. എൻ്റെ മോൻ പോയ മാതിരി ഞാൻ ആർക്കും ഉണ്ടാവരുത്. അത്ര വേദനിച്ചിട്ടാണ് ഞാനിത് പറയണത്. എൻ്റെ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയേ അല്ലല്ലോ, ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തൊരു മോനാണല്ലോ. ഒരാൾ ഓനറിയണം, ആർക്കെല്ലാവർക്കും എൻ്റെ കുട്ടീൻ്റെ സ്വഭാവം അറിയാം. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവരും എൻ്റെ ഫ്രണ്ട്സുമാർക്ക് എല്ലാവർക്കും എൻ്റെ മോൻ്റെ സ്വഭാവം അറിയാൻ. അങ്ങനെ ഒരു ചീത്തത്തരമുള്ളൊരു കുട്ടിയല്ല. അതാണ് എൻ്റെ കുട്ടിക്ക് ഇത് സഹിക്കാൻ പറ്റാതെയായത്, ഇത് ചെയ്തത്. എല്ലാം ഇന്നട്ടേച്ചിൻ്റെ കുട്ടി പോവില്ല, എനിക്ക് ഉറപ്പാണ്. ഇന്നട്ടേച്ചിൻ്റെ കുട്ടി പോവില്ല. ഈ കുട്ടിക്ക് ആ കുട്ടീൻ്റെ പേരിൽ അത് വിട്ടു കൊടുത്താൽ പിന്നെ വലിയ വളമായിരിക്കും. എനിക്കൊരൊറ്റ മോനുള്ളൂ. ഞാനില്ല. ഓനാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണത്, ഈ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കണത്. കുട്ടിയാണ് നോക്കണത്. എല്ലാം എനിക്ക് മരുന്ന്, എനിക്ക് ഷുഗർ പ്രഷറൊക്കെ ഉണ്ട്. അതൊക്കെ എൻ്റെ കുട്ടി വീട്ടിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് എൻ്റെ മോനാണ് നോക്കണത്. ഒരു കാര്യത്തിന് പറഞ്ഞേക്കില്ല. എൻ്റെ മോൻ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഇനി എനിക്ക് ആരുണ്ട്? എനിക്ക് എൻ്റെ കുട്ടീൻ്റെ അടുത്തേക്ക് പോയാൽ മാത്രം മതി. എനിക്ക് ഇനി വേറെ ഒന്നും വേണ്ട.